ഷോൺ ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടി തയ്യാറാവുകയായിരുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് കറുത്ത ഫിറ്റഡ് ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി ഇട്ടുകൊണ്ടിരുന്നു അവൻ. കറുത്ത പാൻറ്റിനൊപ്പം ഷർട്ട് ടക്കിൻ ചെയ്തിരുന്നു. മുട്ടോളം മടക്കി വെച്ച സ്ലീവുകൾ അവൻ്റെ ഉറച്ച കൈകളെ കൂടുതൽ ആകർഷകമാക്കി. കണ്ണാടിയിലെ പ്രതിഫലനത്തിൽ അവൻ്റെ ഗൗരവവും ആത്മവിശ്വാസവും ഒരുപോലെ തെളിഞ്ഞു നിന്നു. അപ്പോഴാണ് നിദ്ര പതിയെ നടന്ന് അവൻ്റെ പിറകിൽ വന്ന് നിന്നത്. ഒരു വാക്ക് പോലും പറയാതെ അവൾ കുറച്ചു നേരം അവനെ മാത്രം നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ അവനിൽ ഉടക്കി നിന്നു. കറുത്ത വേഷത്തിൽ നിൽക്കുന്ന ഷോണിനെ കണ്ട നിമിഷം അവളുടെ ഹൃദയം പതിവിലുമധികം മിടിച്ചു. ഓരോ ചെറിയ ചലനവും അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഷർട്ടിൻ്റെ അവസാന ബട്ടണിടുന്ന വിരലുകൾ, കൈമടക്കിയ സ്ലീവുകൾ, കണ്ണാടിയിലൂടെ കാണുന്ന ആ ശാന്തമായ മുഖം, എല്ലാം അവൾക്ക് പുതിയൊരു ഭംഗിയായി തോന്നി. ഇത്രയും സുന്ദരനാണോ എൻ്റെ കെട്ടിയോൻ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അറിയാതെ തന്നെ പുഞ്ചിരിച്ചു. അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റാൻ അവൾക്ക് തോന്നിയില്ല. ഓരോ ദിവസവും കാണുന്ന മുഖമാണെങ്കിലും ആ നിമിഷത്തിൽ അവൾക്ക് വീണ്ടും തന്നെ ആദ്യമായി പ്രണയത്തിലാക്കിയ ആ ഷോൺ തന്നെയായിരുന്നു. ഷോൺ കണ്ണാടിയിലൂടെ നിദ്രയുടെ പ്രതിബിംബം കണ്ടു. അവൾ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. എന്നിട്ടും ഒന്നും പറയാതെ അവളുടെ നോട്ടം ആസ്വദിച്ചുകൊണ്ട് കണ്ണാടിയിലൂടെ തന്നെ അവളെ നോക്കി നിന്നു. ഇച്ചായ, എന്താ ഹോസ്പിറ്റലിലേക്ക് പോവാ? അല്ല, സിനിമക്ക് പോവാ. എന്തേ, വരുന്നോ? അവൻ കളിയായി ചോദിച്ചു. പോവണമെന്ന് നിദ്ര ചുണ്ടു കൂർപ്പിച്ചു. ഇച്ചായ, എന്താടാ? അതെ, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതെന്താ തോന്നാത്തെ? അത് പിന്നെ ഷേർലി ഡോക്ടറെ അധികം ശരീരം അനക്കണ്ടെന്നും പറഞ്ഞു. അതെയോ? എന്നാൽ അനക്കണ്ട കേട്ടോ, മോള് റെസ്റ്റ് എടുത്തോ, ഇപ്പോൾ കോളേജൊന്നും ഇല്ലല്ലോ. നിദ്ര ഒന്ന് നാണിച്ചുകൊണ്ട് അവനെ നോക്കി. എനിക്കേ നല്ല പുളിയുള്ള പച്ചമാങ്ങ കഴിക്കാൻ തോന്നുന്നുണ്ട്. നീ എന്താ KGF കളിക്കുക? അത് കേട്ട് നിദ്ര ഒന്ന് പൊട്ടിച്ചിരിച്ചു. എടാ പൊട്ടാ, ഇത്രയും ക്ലൂ തന്നിട്ടും തനിക്കൊന്നും മനസ്സിലായില്ല? ഷോൺ ആശയക്കുഴപ്പത്തോടെ കണ്ണാടിയിൽ കൂടി അവളെ തന്നെ നോക്കി. എന്താ എന്താ പറഞ്ഞേ? കണ്ണാടിയിൽ നിന്ന് മുഖം തിരിച്ച് നിദ്രയ്ക്ക് നേരെ തിരിഞ്ഞു അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. നിദ്ര പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഒരു ചെറുപുഞ്ചിരിയോട് അവൻ്റെ വലത് കൈയെടുത്ത് തൻ്റെ വയറിന് മുകളിൽ മെല്ലെ ചേർത്ത് വെച്ചു. നിദ്രയുടെ കണ്ണുകളിൽ നാണവും സന്തോഷവും ഒരുമിച്ച് തിളങ്ങി. ചുണ്ടിലൊരു ചെറുപുഞ്ചിരിയോട് അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. ചായ ഇവിടെ. അവൾ അവൻ്റെ കയ്യിൽ മെല്ലെ അമർത്തി. നമ്മുടെ കുഞ്ഞ്. ആ വാക്കുകൾ കേട്ട നിമിഷം ഷോണിൻ്റെ കണ്ണുകൾ വിടർന്നു. ഏതാനും നിമിഷങ്ങൾ അവൻ അനങ്ങാതെ നിന്നു. കേട്ടത് ശരിയാണോ എന്ന പോലെ വീണ്ടും അവളുടെ മുഖത്തേക്കും വയറിലേക്കും മാറി മാറി നോക്കി. നീ എന്താ പറഞ്ഞേ? അവൻ്റെ ശബ്ദം വിറച്ചിരുന്നു. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അതേ ചായ, നമ്മുടെ കുഞ്ഞിവിടെയുണ്ട്. ആ നിമിഷം സമയം പോലും നിശ്ചലമായതുപോലെ തോന്നി. ഷോണിൻ്റെ മുഖത്ത് ആദ്യം അത്ഭുതം വിരിഞ്ഞു. അതിനു പിന്നാലെ സന്തോഷം, വിശ്വസിക്കാനാകാത്തൊരു ആഹ്ലാദം, ഒടുവിൽ നിറഞ്ഞ കണ്ണുകളോടെ ഒരു പുഞ്ചിരി. സത്യമാണോ? അവൻ വീണ്ടും ചോദിച്ചു. നിദ്ര തല കുനിച്ച് സമ്മതിച്ചു. എനിക്ക് കുറച്ച് ദിവസമായി ചെറിയൊരു സംശയം. ഡോക്ടർ ഷേർലി ഇന്ന് രാവിലെ കൺഫേം ചെയ്തു. അത് കേട്ടതും ഷോൺ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു. അടുത്ത നിമിഷം അവൻ നിദ്രയുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു മുത്തം നൽകി. പിന്നെ ഇരു കൈകളാലും അവളുടെ മുഖം ചേർത്ത് പിടിച്ചു. എൻ്റെ നിത്തു, ഇതിലും വലിയ സന്തോഷം എനിക്ക് ജീവിതത്തിൽ കിട്ടാനുണ്ടോ? നിദ്രയുടെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. അത് സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നു. നിദ്രയുടെ സന്തോഷ കണ്ണുനീർ ഷോൺ തൻ്റെ വിരലുകൾ കൊണ്ട് മെല്ലെ തുടച്ചു. കരയേണ്ട പെണ്ണ്, ഇത് കരയാനുള്ള സമയമല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ തുടക്കമാണ്. അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു. ഷോൺ അവളെ കോരിയെടുത്ത് പതിയെ ബെഡിൽ കിടത്തി. അവളെ പതിയെ ബെഡിൽ കിടത്തിയ ശേഷം ഒരു നിമിഷം പോലും അവളുടെ കൈവിടാതെ അവൻ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ നോട്ടം മെല്ലെ അവളുടെ വയറിലേക്കെത്തി. വിശ്വസിക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ അവൻ വിറയുന്ന കൈകളാൽ അവളുടെ വയറിന് മുകളിലൂടെ വളരെ കരുതലോടെ സ്പർശിച്ചു.
ഷോണിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൻ മെല്ലെ കുനിഞ്ഞു അവളുടെ വയറിൽ നിന്നും സാരി നീക്കി അവളുടെ വയറിന് മുകളിൽ അതിയായ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഒരു മുത്തം നൽകി. വാവേ. അവൻ്റെ ശബ്ദം വികാരത്താൽ ഇടറി. ഞാനാ വാവയുടെ പപ്പ. വാവയെ കാണാൻ പപ്പ കാത്തിരിക്കുക. നിദ്രയ്ക്ക് തൻ്റെ കണ്ണുനീർ അടക്കാനായില്ല. അവൾ ഷോണിൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു. ഇച്ചായ, എന്താടാ? ശരിക്കും ഇച്ചായൻ ഇത്ര സന്തോഷിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഷോൺ അവളെ നോക്കി ചിരിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല സന്തോഷങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സന്തോഷം ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. നിദ്ര അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. അവളുടെ വയറിൽ ഒന്നുകൂടെ ചുണ്ടമർത്തി അവൻ എഴുന്നേറ്റ് ബെഡിനരികിലിരുന്ന് അവളെ നെഞ്ചോട് ചേർത്തു. ഇനി ഭാരമുള്ള ഒന്നും എടുക്കാൻ പാടില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കണം. മരുന്ന് മുടക്കരുത്. ഡോക്ടർ പറയുന്നതെല്ലാം കേൾക്കണം. അന്നേരം നിദ്ര കുസൃതിയോടെ ഒന്ന് ചിരിച്ചു. ഓഹോ, എത്ര പെട്ടെന്നാ ഇച്ചായന് ഉത്തരവാദിത്യമുള്ള ഒരപ്പനായത്. അതെ, ഇനി ഞാൻ വളരെ സീരിയസാ. അപ്പോൾ പുളിയുള്ള പച്ചമാങ്ങ അതിപ്പം തന്നെ വാങ്ങിക്കൊണ്ടുവരാം. എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ആഗ്രഹമല്ലേ, അതെങ്ങനെ സാധിക്കാതിരിക്കും? എൻ്റെ കുഞ്ഞിൻ്റെയോ? അപ്പോൾ ഞാനാരാ? സോറി, നമ്മുടെ കുഞ്ഞിൻ്റെ. നിദ്ര ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചായ്ഞ്ഞു. ഐ ലവ് യു ഇച്ചായ. ഷോൺ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു മുത്തം കൂടി നൽകി. ഐ ലവ് യു ടു നിത്തൂസ്. നിദ്ര ഗർഭിണിയാണെന്ന വാർത്ത അറിഞ്ഞ നിമിഷം ഡാനിയലിനും സാരയ്ക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമായിരുന്നു. 2 വർഷമായി അവരെ കാത്തിരിക്കുന്ന അനുഗ്രഹം ഒടുവിൽ അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നതുപോലെയായിരുന്നു ആ തോന്നൽ. ആ വാർത്ത കേട്ടതും സാറയുടെ കണ്ണുകൾ സന്തോഷാശ്രുക്കളാൽ നിറഞ്ഞു. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അവൾ ഓടിച്ചെന്ന് നിദ്രയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ മോളെ, ഒടുവിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരുപാട് ഉമ്മകൾ നൽകി. ആ ദിവസം മുതൽ സാറ നിദ്രയെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. തമാശയായി എല്ലാവരും പറയുമായിരുന്നു, സാറ ഇപ്പം നിദ്രയെ തറയിൽ വെക്കാറേയില്ല. നിദ്രയ്ക്ക് എന്താണ് കഴിക്കാൻ തോന്നുന്നത് എന്ന് ആദ്യം ചോദിക്കുന്നത് സാറയായിരുന്നു. അവൾക്കിഷ്ടപ്പെട്ട ഓരോ വിഭവവും സ്വന്തം കൈകൊണ്ടുണ്ടാക്കി അത് കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം നിർബന്ധിച്ച് കഴിപ്പിക്കും. മാധവിയും ഒട്ടും പിന്നിലായിരുന്നില്ല. ഓരോ ദിവസവും എന്തെങ്കിലും വീട്ടിലുണ്ടാക്കി നിദ്രയ്ക്കായി കൊണ്ടുവരും. ചിലപ്പോൾ അച്ചാറും, ചിലപ്പോൾ പലഹാരങ്ങളും, ചിലപ്പോൾ അവൾക്കിഷ്ടമുള്ള കറികളും. അങ്ങനെ ഓരോന്നിലും നിറഞ്ഞിരുന്നത് മാധവിയുടെയും സ്നേഹമായിരുന്നു. നിത്തു, കുറച്ച് ദിവസം നിനക്ക് വീട്ടിൽ വന്ന് നിന്നാലെന്താ? ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ എന്ന് മാധവി ഇടയ്ക്കിടെ നിർബന്ധിക്കും. അപ്പോൾ നിദ്ര പതിയെ ഷോണിനെ നോക്കും. എന്താണ് പറയേണ്ടതെന്നറിയാതെ അവളുടെ കണ്ണുകൾ അവനോട് അനുവാദം ചോദിക്കും. ആ നോട്ടം മനസ്സിലാക്കിയ ഷോൺ മറ്റാരും കാണാതെ ചെറുതായി തലയാട്ടും. പോവണ്ട എന്നായിരുന്നു അവൻ്റെ നിശബ്ദമായ മറുപടി. ആദ്യമൊക്കെ എല്ലാവർക്കും അത് തമാശയായി തോന്നിയെങ്കിലും സത്യം മറ്റൊന്നായിരുന്നു. നിദ്ര ഗർഭിണിയായ വിവരം അറിഞ്ഞ ദിവസം മുതൽ ഒരു നിമിഷം പോലും അവളെയും അവരുടെ കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കാൻ ഷോണിന് കഴിയുമായിരുന്നില്ല. ആശുപത്രിയിൽ പോയ അവളെ പലതവണ വിളിച്ച് സുഖമാണോ എന്ന് അന്വേഷിക്കും. വീട്ടിലെത്തിയ ആദ്യം അന്വേഷിക്കുന്നത് നിദ്രയെയും അവളുടെ വിശേഷങ്ങളുമായിരുന്നു. ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഷോൺ പതിവായി നിദ്രയുടെ അരികിലേക്ക് ചേർന്ന് കിടക്കും. സ്നേഹത്തോടെ അവളുടെ വയറിൽ മുഖം ചേർത്ത് വെച്ച് ഇനിയും ലോകം കണ്ടിട്ടില്ലാത്ത അവരുടെ കുഞ്ഞിനോട് അവൻ മണിക്കൂറുകളോളം സംസാരിക്കും. പപ്പയുടെ കുഞ്ഞാവേ, ഇന്ന് എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? അമ്മയെ അധികം ബുദ്ധിമുട്ടിച്ചില്ലല്ലോ? ബുദ്ധിമുട്ടിക്കല്ലേ, അമ്മ പപ്പയുടെ ജീവനാ. അമ്മയ്ക്ക് നൊന്താ പപ്പയ്ക്ക് നോവൂട്ടോ. വേഗം വാ, പപ്പയ്ക്കും അമ്മയ്ക്കും നിന്നെ കൈകളിലെടുക്കാൻ കൊതിയാവുക. ആ മൃദുവായ ശബ്ദം കേൾക്കുമ്പോൾ നിദ്രയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയും. കണ്ണുകൾ പതിയെ അടയും. ഷോണിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. എന്നാൽ നിദ്ര ഉറങ്ങിക്കഴിഞ്ഞാലും ഷോൺ സംസാരിക്കുന്നത് അവസാനിപ്പിക്കില്ല. രാത്രിയുടെ നിശബ്ദതയിൽ അമ്മ സുഖമായി ഉറങ്ങുമ്പോൾ പപ്പയും കുഞ്ഞും തമ്മിലുള്ള ആ നിശബ്ദ സംഭാഷണം മാത്രം തുടർന്നു കൊണ്ടിരിക്കും. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു സ്നേഹബന്ധം വളർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ നിദ്രയുടെ റിസൾട്ട് വന്നു. അവൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഷോൺ അഭിമാനത്തോടെ അവളെ ചേർത്ത് പിടിച്ചു, സ്നേഹത്തോടെ ചുംബിച്ചു.
3 മാസം പിന്നിട്ടതോടെ ഗർഭകാലത്തിൻ്റെ തുടക്കത്തിലെ ക്ഷീണവും ഛർദിയും പതിയെ കുറഞ്ഞു. മുഖത്ത് വീണ്ടും പഴയ പ്രസരിപ്പ് തിരികെ വന്നു. ദിവസങ്ങളോളം വീട്ടിൽ മാത്രമേ ഇരുന്നത് അവൾക്ക് മടുപ്പായി. ഇച്ചായ, ഞാൻ ഓഫീസിൽ പോയിക്കോട്ടെ, വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ഒരു ദിവസം നിദ്ര കൊഞ്ചലോടെ അവനോട് പറഞ്ഞു. ആദ്യം ഷോണിന് മടിയായിരുന്നു. പക്ഷെ ഡോക്ടറുടെ അനുമതിയും ഓഫീസിൽ അധികം സമ്മർദ്ദമില്ലെന്ന് ഉറപ്പും ലഭിച്ചതോടെ ചില നിബന്ധനകളോടെ അവൻ സമ്മതിച്ചു. ഡ്രൈവർ ഉണ്ടാകും, സമയത്ത് ഭക്ഷണം കഴിക്കണം, എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ ഉടനെ എന്നെ വിളിക്കണം, ഒന്നിനു വേണ്ടിയും ഒറ്റയ്ക്ക് എവിടെയും പോവരുത്. ചിരിച്ചുകൊണ്ട് നിദ്ര എല്ലാത്തിനും തലയാട്ടി. അങ്ങനെ വീണ്ടും ഓഫീസിലെ ദിവസങ്ങൾ ആരംഭിച്ചു. ഡാനിയലും സഹപ്രവർത്തകരെല്ലാവരും അവളെ പ്രത്യേകം ശ്രദ്ധിച്ചു. എങ്കിലും അവരുടെ സന്തോഷത്തിനിടയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിഴൽ പതിയെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ബ്രേക്കിൽ കാലുവെച്ച ഡ്രൈവർക്ക് എന്തോ അസ്വാഭാവികത തോന്നി. വാഹനം പരിശോധിച്ചപ്പോൾ ബ്രേക്ക് ലൈൻ മനഃപൂർവ്വം മുറിച്ച നിലയിലാണെന്ന് കണ്ടെത്തി. സമയത്ത് ശ്രദ്ധിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ആ സംഭവം ഒരു യാദൃശ്ചിക തകരാറാണെന്ന് കരുതി എല്ലാവരും സമാധാനിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ സംഭവം നടന്നു. ഓഫീസിലെ പാർക്കിംഗ് ഏരിയയിൽ നിദ്ര ഒറ്റയ്ക്ക് കാറിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു അജ്ഞാതൻ വേഗത്തിൽ അടുത്തു വന്ന് അവളെ തള്ളിയിടാൻ ശ്രമിച്ചു. എന്നാൽ അതേ നിമിഷം സുരക്ഷാ ജീവനക്കാരൻ ആ ഭാഗത്തേക്ക് വന്നത് കണ്ടതോടെ അയാൾ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ പിന്നെയും 2 തവണ നിദ്രയെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചു. ആദ്യ സംഭവം എല്ലാവരെയും നടുക്കിയതായിരുന്നു. ഒരു ദിവസം നിദ്ര വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ അടുക്കളയിൽ എന്തോ ചെറിയ ജോലി ചെയ്യുന്നതിനിടെയാണ് മുഖംമൂടി ധരിച്ച ഒരാൾ പിന്നിൽ നിന്ന് വന്ന് അവളുടെ വായും മൂക്കും ശക്തിയായി പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ശ്വാസം കിട്ടാതെ പിഴഞ്ഞ നിദ്രയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു തുടങ്ങി. അതേ നിമിഷം പുറത്തു പോയിരുന്ന സാറയും ഡാനിയലും വീട്ടിനെത്തി കോളിംഗ് ബെൽ അമർത്തി. ബെല്ലിൻ്റെ ശബ്ദം കേട്ടതോടെ പരിഭ്രാന്തനായ അക്രമി തൻ്റെ ശ്രമം ഉപേക്ഷിച്ച് അടുക്കളയുടെ പിൻവാതിൽ തുറന്ന് രക്ഷപ്പെട്ടു. അടുക്കളത്തറയിൽ അവശനിലയിൽ കിടന്ന നിദ്രയെ കണ്ട സാറയും ഡാനിയലും ഭയന്നു പോയി. ഒരു നിമിഷം പോലും വൈകാതെ അവളെ ആശുപത്രിയിൽ എത്തിച്ചു. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചതിനാൽ നിദ്ര അപകടനില തരണം ചെയ്തു. ഈ സംഭവം ഷോണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്നായിരുന്നു. ഒരിക്കൽ പോലും അവളെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ അവന് ധൈര്യമുണ്ടായില്ല. അതിനുശേഷം നിദ്ര ഒരിക്കലും തനിച്ചായിരുന്നില്ല. ഷോണോ സാറയോ ഡാനിയലോ ആരെങ്കിലും എപ്പോഴും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവളെ സംരക്ഷിക്കുക എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി മാറി. എന്നാൽ അതുകൊണ്ട് അപകടങ്ങൾ അവസാനിച്ചില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഡ്രിപ്പിട്ട് കിടക്കുന്ന നിദ്രയെ ലക്ഷ്യമിട്ട് വീണ്ടും ഒരു കൊലപാതക ശ്രമം നടന്നു. ഡ്രിപ്പിലൂടെ ഒരു നഴ്സിൻ്റെ സഹായത്തോടെ സംശയാസ്പദമായ ഒരു മരുന്ന് കുത്തിവെച്ചതോടെ നിമിഷങ്ങൾക്കുള്ളിൽ നിദ്രയുടെ ശരീരം ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി. ശ്വാസം മുട്ടലും ഹൃദയമിടിപ്പിലെ വ്യതിയാനവും ശരീരത്തിലാകെ അസ്വാഭാവികമായ മാറ്റങ്ങളും പ്രകടമായി. എന്നാൽ ദൈവത്തിൻ്റെ കരുണയും സമയോചിതമായി അപകടം തിരിച്ചറിഞ്ഞ ഡോക്ടർമാരുടെ ഇടപെടലും കൊണ്ടാണ് നിദ്ര വീണ്ടും മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. തുടർച്ചയായി നടന്ന ഈ ആക്രമണങ്ങൾ കാരണം ഒരു കാര്യം ഷോൺ മനസ്സിലുറപ്പിച്ചു: നിദ്രയെ ഇല്ലാതാക്കാൻ ആരോ വളരെ ആസൂത്രിതമായി ശ്രമിക്കുകയാണ്. വീട്ടിലെയും ഓഫീസിലെയും CCTV ദൃശ്യങ്ങൾ പലതവണ പരിശോധിച്ചെങ്കിലും ഒരിടത്തും അക്രമിയുടെ മുഖം വ്യക്തമായി പതിഞ്ഞിരുന്നില്ല. ഓരോ തവണയും അയാൾ മുഖംമൂടിയും ക്യാപ്പും ധരിച്ചായിരുന്നു എത്തിയത്. ക്യാമറയുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ കൃത്യമായി മനസ്സിലാക്കിയെന്ന പോലെ നീങ്ങിയതിനാൽ അന്വേഷണ സംഘത്തിന് പോലും വ്യക്തമായ ഒരു സൂചന പോലും ലഭിച്ചില്ല. ഈ സംഭവങ്ങൾക്ക് പിന്നിൽ സാധാരണ ഒരാളല്ല, ഓരോ നീക്കവും മുൻകൂട്ടി കണക്ക് കൂട്ടുന്ന വളരെ സൂക്ഷ്മമായി പദ്ധതിയിടുന്ന ഒരാളാണെന്ന സംശയം ശക്തമായി. അതോടെ ഷോണും ഡാനിയലും ഒരു നിമിഷം പോലും അശ്രദ്ധ കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു. നിദ്ര എവിടേക്ക് പോയാലും അവരൊരിക്കലും ഒറ്റക്കാക്കിയിരുന്നില്ല. വീട്ടിലെ സുരക്ഷ ഇരട്ടിയാക്കി. ഓരോ പ്രവേശന കവാടത്തിലും അധിക ക്യാമറകളും സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിച്ചു. ഓഫീസിലേക്കുള്ള യാത്ര മുതൽ വീട്ടിലേക്കുള്ള മടങ്ങി വരവ് വരെ എല്ലാം കൃത്യമായ നിരീക്ഷണത്തിലായി. നിദ്രയുടെ ഗർഭകാലത്തിൻ്റെ 4-ാം മാസം അന്നായിരുന്നു അവളുടെ പിറന്നാൾ. രാവിലെ തന്നെ മാധവി ഷോണിൻ്റെ അടുത്തെത്തി. ഇന്ന് നിത്തുവിൻ്റെ പിറന്നാളല്ലേ മോനെ, ദേവീ ക്ഷേത്രത്തിൽ ഒന്ന് കൊണ്ടുപോയി തൊഴുതു വരട്ടെ, കുറച്ചു നേരം മാത്രം മതി. ഒരു നിമിഷം ആലോചിച്ച ശേഷം ഷോൺ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ കാരണം നിദ്ര ഒറ്റയ്ക്ക് എവിടെയും വിടാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. പോവാം, പക്ഷെ ഞാനും കൂടെ വരും. മാധവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു.
കുറച്ചു കഴിഞ്ഞ് 3 പേരും ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. കൂടെ നിധിയും ഉണ്ടായിരുന്നു. ദേവി ക്ഷേത്രത്തിന്റെ ഗോപുരം കണ്ണിൽ പെട്ടത് മുതൽ നിദ്രയുടെ മനസ്സിൽ ഒരു അപൂർവമായ ശാന്തത നിറഞ്ഞു. രാവിലെ സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിന്ന ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളാൽ നിറഞ്ഞിരുന്നു. കാറ്റിൽ ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും സുഗന്ധം അലിഞ്ഞു ചേർന്നിരുന്നു. ഇടവിട്ട് മുഴങ്ങുന്ന മണിനാദവും മന്ത്രാചാരണങ്ങളും അന്തരീക്ഷത്തിന് കൂടുതൽ പവിത്രത പകർന്നു. കാർ പാർക്ക് ചെയ്ത ശേഷം ഷോൺ നിദ്രയുടെ അടുത്തെത്തി. നിത്തു, നീ പതുക്കെ നടന്നാൽ മതി, തിരക്കിലേക്ക് പോവണ്ട. നിദ്ര ചെറുപുഞ്ചിരിയോടെ തലയാട്ടി. ഞാൻ ശ്രദ്ധിച്ചോളാം ഇച്ചായ. ഷോൺ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒന്ന് തലോടി. ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിക്കണം. ശരി, വാ ചേച്ചി, നമുക്കകത്തേക്ക് പോകാം. നിധി നിദ്രയുടെ കൈ കോർത്ത് പിടിച്ചു. മാധവിയും അവർക്കൊപ്പം നടന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് മാധവി പറഞ്ഞു, നിങ്ങൾ 2 പേരും നടയിൽ നിന്ന് തൊഴുതോളൂ. ഞാൻ വഴിപാട് കൗണ്ടറിൽ പോയി അർച്ചനയും പുഷ്പാഞ്ജലിയും ബുക്ക് ചെയ്തിട്ട് വരാം. അത് പറഞ്ഞ് അവർ കൗണ്ടറിലേക്ക് നടന്നു. നിധിയുടെ കയ്യിൽ ചേർന്ന് നിന്ന് നിദ്ര സാവധാനം ശ്രീകോവിലിലേക്ക് നടന്നു. 4-ാം മാസത്തെ ഗർഭമായതിനാൽ ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെയായിരുന്നു. ദീപങ്ങളുടെ സ്വർണ്ണപ്രകാശത്തിൽ തിളങ്ങി നിന്ന ശ്രീകോവിലിന് മുന്നിലെത്തിയപ്പോൾ അവൾ കണ്ണുകൾ മെല്ലെ അടച്ചു. കൈകൾ കൂപ്പി നിന്ന നിമിഷം അവളുടെ വലത് കൈ അറിയാതെ വയറിന് മുകളിൽ പതിഞ്ഞു. അതേസമയം ക്ഷേത്രത്തിന് പുറത്ത് കാറിലിരുന്ന ഷോൺ ഒരു നിമിഷം പോലും അശ്രദ്ധനായിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ക്ഷേത്രവാതിലിലേക്ക് നീണ്ടു. നിദ്ര കണ്ണിൽ പെടാതാകുന്ന ഓരോ നിമിഷവും അവൻ്റെ മനസ്സിൽ ഒരു അജ്ഞാതമായ ഭയം ഉണരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ആക്രമണ ശ്രമങ്ങൾ അവൻ്റെ ജാഗ്രത ഇരട്ടിയാക്കിയിരുന്നു. അവൻ കയ്യിലെ വാച്ചിലേക്കൊന്ന് നോക്കി, പിന്നെ വീണ്ടും ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് കണ്ണോടിച്ചു. എന്തോ മനസ്സിന് വിശദീകരിക്കാൻ കഴിയാത്തൊരു അസ്വസ്ഥത അവനെ പിടികൂടാൻ തുടങ്ങിയിരുന്നു. നിദ്ര കണ്ണുകളടച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അവളുടെ ഒരു കൈ സ്വാഭാവികമായി വയറിന് മേൽ അമർന്നിരുന്നു. ഗർഭത്തിലുള്ള കുഞ്ഞിന് വേണ്ടിയുള്ള ഓരോ പ്രാർത്ഥനയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുമായിരുന്നു. അല്പം മാറി നിന്ന നിധി ആ കാഴ്ച നോക്കി. നിദ്രയുടെ മുഖത്തെ സമാധാനം കാണും തോറും അവളുടെ കണ്ണുകളിൽ അസൂയയും ക്രൂരതയും ആളിക്കത്തി. ചുണ്ടിൻ്റെ കോണിൽ ഒരു മങ്ങിയ പുഞ്ചിരി വിരിഞ്ഞു. എന്നാണ് എല്ലാം അവസാനിക്കുന്നത്, അവൾ മനസ്സിൽ പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് നിദ്ര കണ്ണു തുറന്നു. വാ ചേച്ചി, മുകളിലെ പടിയിലെ ഒരു പ്രത്യേക ദീപമുണ്ട്. ഗർഭിണികൾ അവിടെ പ്രാർത്ഥിച്ച കുഞ്ഞിന് എല്ലാ ഐശ്വര്യം കിട്ടുമെന്നാണ് പറയുന്നത്. നിധി വളരെ സ്നേഹത്തോടെ പറഞ്ഞു. അത്തരം വിശ്വാസങ്ങളെക്കുറിച്ച് നിദ്രയ്ക്ക് വലിയ അറിവില്ലായിരുന്നു. നിധിയെ വിശ്വസിച്ച് അവൾ പതുക്കെ ആ പടികൾ കയറാൻ തുടങ്ങി. ഓരോ പടിയും വളരെ ശ്രദ്ധിച്ചായിരുന്നു അവൾ കയറിയത്. നിധി അവളുടെ തൊട്ട് പിന്നിലുണ്ടായിരുന്നു. ഒരു നിമിഷം ആരും ശ്രദ്ധിക്കാത്ത അവസരത്തിൽ നിധി മനഃപൂർവ്വം നിദ്രയുടെ സാരിയുടെ തുമ്പിൽ കാലമർത്തി. പെട്ടെന്ന് സാരി വലിഞ്ഞതും നിദ്രയുടെ ബാലൻസ് തെറ്റി. അയ്യോ, അവൾ വീഴാൻ തുടങ്ങി. സ്വാഭാവികമായി രക്ഷപ്പെടാൻ നിധിയുടെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചു. ആ നിമിഷം മാത്രം മതി എന്ന പോലെ നിദ്രയുടെ വിരലുകളിലെ പിടി അറിഞ്ഞുകൊണ്ട് പതിയെ അയച്ചു. അത് തിരിച്ചറിഞ്ഞ നിദ്രയുടെ കണ്ണുകൾ ഭയത്താൽ വിടർന്നു. നിധി! അവളുടെ വിറയുന്ന ശബ്ദം ക്ഷേത്രമുറ്റത്ത് മുഴങ്ങി. പിടിവിട്ട കൈയോടെ അവളുടെ ശരീരം കുത്തനെയുള്ള കൽപ്പടികളിലേക്ക് തെന്നി വീഴാൻ തുടങ്ങി. ആ നിമിഷം സമയം പോലും നിശ്ചലമായതുപോലെ തോന്നി. അവൾ ഷോണിനെ ഉറക്കെ വിളിച്ചു. ആ നിലവിളി ക്ഷേത്രമുറ്റത്തെ നിശബ്ദത കീറി മുറിച്ചു. ആ ഒറ്റ വിളിയിൽ ഭയവും വേദനയും ജീവൻ രക്ഷിക്കണമെന്ന യാചനയും എല്ലാം ഒന്നായി കലർന്നിരുന്നു. ക്ഷേത്രത്തിന് പുറത്തിരുന്ന ഷോൺ ആ ശബ്ദം കേട്ട നിമിഷം തന്നെ ഞെട്ടി തല ഉയർത്തി. അത് നിദ്രയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ അവന് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. നിദ്ര! കാറിൻ്റെ വാതിൽ പോലും ശരിയായി അടക്കാതെ അവൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പാഞ്ഞു കയറി. അതേസമയം പടികളിലൂടെ നിദ്രയുടെ ശരീരം മുന്നോട്ട് തെന്നി വീഴുകയായിരുന്നു. ഒരു കൈ സ്വാഭാവികമായി വയറിനെ പൊതിഞ്ഞു. മുഖത്ത് മരണഭയം മാത്രം. ചുറ്റുമുണ്ടായിരുന്ന ഭക്തർ നിലവിളിച്ചു, അയ്യോ, ആ കുട്ടിയെ പിടിക്കൂ! പക്ഷേ എല്ലാം സംഭവിച്ചത് ഒരു മിന്നൽ വേഗത്തിലായിരുന്നു. അപ്പോഴാണ് പടികൾ ചാടി കയറി വന്ന ഷോൺ ആ കാഴ്ച കണ്ടത്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ മുന്നോട്ട് കുതിച്ചു. അവസാന പടിയിൽ എത്തുന്നതിന് മുൻപ് വീഴാനൊരുങ്ങിയ നിദ്രയവൻ തൻ്റെ കൈകളിലേക്ക് വലിച്ചെടുത്തു. ശക്തമായ ഇടിയിൽ ഷോണിൻ്റെ പുറം കൽപ്പടിയിലിടിച്ചു. വേദന ശരീരമാകെ പാഞ്ഞെങ്കിലും അവൻ്റെ കൈകൾ നിദ്രയെ ഒരു നിമിഷം പോലും വിട്ടില്ല. നിദ്ര! വിറയുന്ന ശബ്ദത്തിൽ അവൻ വിളിച്ചു. ഭയത്താൽ വിറച്ച നിദ്ര അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പിടിച്ചു. ഇച്ചായ, നമ്മുടെ കുഞ്ഞ്!
അത് കേട്ട ഷോണിൻ്റെ ഹൃദയം ഒന്ന് നിശ്ചലമായതുപോലെ തോന്നി. ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ. അവൻ അവളുടെ വയറിലേക്ക് വിറയുന്ന കൈ അമർത്തി അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്ക് മാധവി ഓടിയെത്തി. അവർ കരഞ്ഞുകൊണ്ട് നിദ്രയെ ചേർത്ത് പിടിച്ചു. ചുറ്റുമുണ്ടായിരുന്നവർ ഭയത്തോടെ ആ രംഗം നോക്കി നിന്നു. എന്നാൽ എല്ലാവരുടെയും പിന്നിൽ ആരും കാണാതെ നിധി തൻ്റെ മുഖത്ത് പരിഭ്രമം അഭിനയിച്ചു കൊണ്ടിരുന്നെങ്കിലും കണ്ണുകളുടെ ആഴത്തിൽ ഒരു നിമിഷം പിറന്ന നിരാശ മിന്നിമറഞ്ഞു. ഇത്രയും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടും ഇവൻ വീണ്ടും രക്ഷിച്ചു. ആ ചിന്ത അവളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. നിദ്രയുടെ സാരിയിൽ രക്തത്തിൻ്റെ ചെറുനനവ് പടർന്നത് കണ്ട നിമിഷം ഷോണിൻ്റെ മുഖം വിളറി. ഒരു നിമിഷത്തേക്ക് അവൻ്റെ ഹൃദയം ഇടിപ്പ് പോലും നിലച്ചതുപോലെ തോന്നി. നിത്തു, ഭയത്തോടെ അവൻ വിളിച്ചു. വേദനയിൽ കണ്ണുകളടച്ച് വിറങ്ങലിച്ച് കിടക്കുന്ന നിദ്രയെ ഒരു നിമിഷം പോലും വൈകാതെ ഷോൺ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് ഓടി. കാറിനരികിലെത്തിയതും ഷോൺ പിൻവശത്തെ ഡോർ വലിച്ചു തുറന്ന് അതീവ ശ്രദ്ധയോടെ നിദ്രയെ സീറ്റിൽ കിടത്തി. ഉടനെ മാധവി കാറിനുള്ളിലേക്ക് കയറി നിദ്രയുടെ തല തൻ്റെ മടിയിലേക്ക് ചേർത്ത് വെച്ചു. മോളെ, കണ്ണു തുറക്ക്, ഒന്നും സംഭവിക്കില്ല, അമ്മ ഇവിടെ തന്നെയുണ്ട്. വിറച്ച ശബ്ദത്തിൽ മാധവി അവളുടെ നെറ്റിയിൽ തലോടി. നിദ്ര വേദന കൊണ്ട് ഒന്ന് ഞരങ്ങി. അവളുടെ വിരലുകൾ അറിയാതെ ഷോണിൻ്റെ ഷർട്ടിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ സ്പർശം ഷോണിൻ്റെ ഉള്ളം കീറി മുറിച്ചു. ഒരു വാക്കുപോലും പറയാതവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറി. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത നിമിഷം തന്നെ കാർ അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ വിറച്ചു കൊണ്ടിരുന്നു. കണ്ണുകളിൽ നിറഞ്ഞ ഭയത്തിനിടയിലും ആശുപത്രിയിലെത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. റിയർ വ്യൂ മിററിലൂടെ വീണ്ടും വീണ്ടും നിദ്രയെ നോക്കിക്കൊണ്ട് കണ്ണുനീർ അടക്കാൻ പാടുപെട്ടവൻ ആക്സിലറേറ്ററിൽ കൂടുതൽ അമർത്തി. 10 മിനിറ്റിനുള്ളിൽ കാർ ആശുപത്രിയുടെ എമർജൻസി പ്രവേശന കവാടത്തിന് മുന്നിൽ കുത്തനെ ബ്രേക്കിട്ട് നിന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഷോൺ നിദ്രയെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് എമർജൻസി റൂമിലേക്ക് ഓടി. 4th മന്ത് പ്രഗ്നൻസി. സ്റ്റെയറിൽ നിന്ന് വീണതാ. IV ലൈൻ സ്റ്റാർട്ട് ചെയ്യൂ. ഫീറ്റൽ ഹാർട്ട് ബീറ്റ് ഉടൻ ചെക്ക് ചെയ്യണം. ഒരു ഡോക്ടറുടെ കൃത്യതയോടെ അവൻ നഴ്സുമാരുടെ വിവരം പറഞ്ഞെങ്കിലും ഓരോ വാക്കിലും ഒരു ഭർത്താവിൻ്റെ ഭയം നിറഞ്ഞിരുന്നു. നഴ്സുമാർ ഉടൻ തന്നെ കർട്ടൻ വലിച്ചടച്ച് നിദ്രയുടെ സ്വകാര്യത ഉറപ്പാക്കി. അവളിലെ ബ്ലീഡിംഗ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി ഷോണിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അപ്പോഴേക്കും ഷേർലി ഡോക്ടർ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് അകത്തേക്ക് എത്തി. ഷോൺ, റിലാക്സ്, ഞങ്ങൾ നോക്കാം. ആ വാക്കുകൾ കേട്ടെങ്കിലും ഷോണിൻ്റെ കണ്ണുകൾ നിദ്രയിൽ നിന്നൊരു നിമിഷം പോലും മാറിയില്ല. നിദ്രയുടൻ എമർജൻസി ബെഡിലേക്ക് മാറ്റി. നഴ്സുമാർ IV ലൈൻ ഇട്ടു. മറ്റൊരാൾ ബ്ലഡ് പ്രഷറും പൾസും പരിശോധിച്ചു. ഒരേ സമയം പല കൈകളും അവളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഡോക്ടർ ആയതിനാൽ ഷേർലിയുടെ അനുമതിയോടെ ഷോണും ചികിത്സാ മുറിയിൽ തന്നെ നിന്നു. എന്നാൽ ഓരോ തവണയും നിദ്ര വേദന കൊണ്ട് ഞരങ്ങുമ്പോൾ അവൻ്റെ അതരങ്ങൾ അവളുടെ നിറകയിൽ അമർന്നുകൊണ്ടേയിരുന്നു. ആ ബോധാവസ്ഥയിലായിരുന്ന നിദ്ര മെല്ലെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. വേണ്ട ഇച്ചായ, എനിക്ക് വേദനിക്കുന്നു. വളരെ നേർത്ത ശബ്ദത്തിൽ അവൾ വിളിച്ചു. ഷോൺ നിദ്രയുടെ കൈ മുറുകെ പിടിച്ചു. നിത്തു, കരയില്ലടാ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ? വേദനയ്ക്കിടയിലും നിദ്ര വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു. നമ്മുടെ കുഞ്ഞ്. അന്നേരം ഷോൺ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടേയിരുന്നു. അതേസമയം ഷേർലി ഡോക്ടർ പോർട്ടബിൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് പരിശോധന തുടങ്ങി. നിമിഷങ്ങൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് മുറിയിലാക്കി മുഴങ്ങി. ആ ശബ്ദം കേട്ടതോടെ ഷോണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഫേറ്റൽ ഹാർട്ട് ബീറ്റ് ഉണ്ട്, പക്ഷേ ബ്ലീഡിംഗ് ഉള്ളതിനാൽ ഇതൊരു മിസ്കാരേജ് ആവാൻ സാധ്യതയുണ്ട്. ഉടൻ ചികിത്സയും തുടർച്ചയായ നിരീക്ഷണവും വേണം, ഷേർലി ഗൗരവത്തോടെ പറഞ്ഞു. നഴ്സുമാർ അതിവേഗം ചികിത്സ ആരംഭിച്ചു. ഷോൺ നിദ്രയുടെ നെറ്റിയിൽ തലോടി ധൈര്യം പകർന്നപ്പോൾ മുറിക്ക് പുറത്ത് മാധവി കണ്ണീരോടെ അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അല്പസമയത്തിനകം നിദ്രയെ ICUവിലേക്ക് മാറ്റി. രക്തസ്രാവം നിയന്ത്രിക്കാൻ മരുന്നുകൾ നൽകി. അമ്മയുടെയും കുഞ്ഞിൻ്റെയും നില തുടർച്ചയായി നിരീക്ഷിച്ചു. ഇത്തവണ ICUവിന് പുറത്ത് ഷോൺ നിശബ്ദനായി നിന്നു. ഡോക്ടർ എന്ന നിലയിൽ സാഹചര്യത്തിൻ്റെ ഗൗരവം അവന് വ്യക്തമായിരുന്നെങ്കിലും ആ നിമിഷം അവൻ ഒരു ഭർത്താവും അച്ഛനുമായിരുന്നു. അന്നേരം ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ നിദ്രയും ഞങ്ങളുടെ കുഞ്ഞിനെയും തിരികെ തരണമെന്ന്. അവൻ്റെ അരികിൽ മാധവിയും കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. ആശുപത്രിയുടെ ആ ഇടനാഴിയിൽ ഓരോ നിമിഷവും പ്രതീക്ഷയും ഭയവും തമ്മിലുള്ള നിശബ്ദതയുടെ പോരാട്ടമായിരുന്നു. 2 മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഡോക്ടർ ഷേർലി ICUവിൽ നിന്ന് പുറത്തു വന്നു. നിദ്ര ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. രക്തസ്രാവം നിയന്ത്രണത്തിലുമാണ്. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലുമായി. എന്നാൽ അടുത്ത 24 മുതൽ 48 മണിക്കൂർ വരെ വളരെ നിർണായകമാണ്.
ആ വാക്കുകൾ കേട്ടതും ഷോൺ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. താങ്ക് ഗോഡ്, ഞാൻ അവളെ നന്നായി ശ്രദ്ധിച്ചോളാം, ഷോൺ പറഞ്ഞു. ഷേർലി പുഞ്ചിരിച്ചു. ഷോൺ, സത്യത്തിൽ നിത്ര എത്ര ഭാഗ്യവതിയാണ്. നിന്നെപ്പോലൊരു ഭർത്താവിന് കിട്ടിയത് അവളുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് പല നിമിഷങ്ങളിലും നീ ഒരു ഡോക്ടറാണെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. അവിടെ ഉണ്ടായിരുന്നത് ഭാര്യയും കുഞ്ഞിനെയും നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ വിറച്ചു നിന്ന ഒരു ഭർത്താവായിരുന്നു. ഷോൺ ചെറുതായി പുഞ്ചിരിച്ചു. അവൾ എൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ ജീവൻ്റെ പകുതിയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കത് ഒരിക്കലും താങ്ങാനാകുമായിരുന്നില്ല. ഷേർലി അവൻ്റെ തോളിൽ മെല്ലെ തട്ടി. ഇനി അവൾക്ക് ഏറ്റവും വലിയ മരുന്ന് നിന്റെ സ്നേഹവും കരുതലുമാണ്. ആ വാക്കുകൾ കേട്ട് ഷോൺ വീണ്ടും ICUവിൻ്റെ വാതിൽക്കലേക്ക് നോക്കി. അകത്ത് കിടക്കുന്ന നിദ്രയെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. ഷോൺ പതിയെ ICUവിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. മുറിയിലാകെ നിറഞ്ഞു നിന്നത് മരുന്നുകളുടെ ഗന്ധവും മോണിറ്ററിൻ്റെ താളം പിടിച്ച ബീപ്പ് എന്ന ശബ്ദവും മാത്രം. കട്ടിലിൽ കിടക്കുന്ന നിദ്രയെ കണ്ട നിമിഷം അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. മുഖം ആകെ വിളറിയിരുന്നു. കയ്യിൽ IV കാനുല, മൂക്കിലൂടെ ഓക്സിജൻ കാനുല, നെഞ്ചിൽ മോണിറ്ററിൻ്റെ വയറുകൾ. എങ്കിലും അവളുടെ ശ്വാസം ഇപ്പോൾ ശാന്തമായിരുന്നു. ഷോൺ പതുക്കെ അവളുടെ അരികിൽ ഇരുന്ന് വിറയ്ക്കുന്ന വിരലുകളാൽ അവളുടെ കൈ തൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു. നിത്തു, അവൻ പതിയെ വിളിച്ചു. പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവളുടെ നെറ്റിയിൽ പതിഞ്ഞിരുന്ന മുടിയിഴകൾ ഒതുക്കിക്കൊണ്ടവൻ നെറ്റിയിൽ ഒരു മുത്തം നൽകി. കണ്ണുകളിൽ അടക്കി വെച്ചിരുന്ന കണ്ണുനീർ ഒരു തുള്ളിയായി അവളുടെ കൈമേൽ വീണു. നിത്തു, ഞാൻ എത്രമാത്രം പേടിച്ചെന്ന് നിനക്കറിയോ? നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഒരുമിച്ച് നഷ്ടമാവുമോ എന്ന് ഞാൻ ഒരു നിമിഷം ഭയന്നു. അവൻ അവളുടെ വയറിലേക്ക് പതിയെ കൈവച്ചു. കുഞ്ഞാവേ, പപ്പ ഇവിടെ തന്നെയുണ്ട്. നീയും അമ്മയും ഇപ്പോൾ എനിക്കെൻ്റെ ലോകമാ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇനി ഒരു നിമിഷം പോലും കണ്ണിൽ നിന്ന് മറയാൻ അനുവദിക്കില്ല. ഷോൺ അവളുടെ വയറിൽ കൈവച്ച ആ നിമിഷം തന്നെ അവൻ്റെ കൈത്തണ്ടയിൽ എന്തോ ചെറുതായി തട്ടിയതുപോലെ തോന്നി. അവൻ ഞെട്ടി തൻ്റെ കൈ പിൻവലിച്ചു. ഒരു നിമിഷം കഴിഞ്ഞ് വീണ്ടും പതിയെ കൈ അവളുടെ വയറിന്മേ വെച്ചു. വീണ്ടും അതേപോലെ. ഇത്തവണ അത് വെറും തോന്നലല്ലായിരുന്നു. വയറിൻ്റെ ഒരു ഭാഗം വളരെ നേരിയ രീതിയിൽ പുറത്തേക്ക് ഉയരുന്നത് പോലെ അവൻ കണ്ടു. ഷോണിൻ്റെ ശ്വാസം ഒന്ന് നിലച്ചു. ഇത്രയും ശക്തമായ അനക്കമോ? അവൻ പിറുപിറുത്തു. 4-ാം മാസത്തിൻ്റെ തുടക്കത്തിലാണ് നിദ്ര. ഈ സമയത്ത് കുഞ്ഞിൻ്റെ ചലനങ്ങൾ അമ്മയ്ക്ക് പോലും വ്യക്തമായി അനുഭവപ്പെടാത്ത ഘട്ടമാണ്. പുറത്തുനിന്ന് ഇങ്ങനെ വ്യക്തമായി കാണാൻ കഴിയുന്നത് അവന് അസ്വാഭാവികമായി തോന്നി. പറഞ്ഞറിയിക്കാനാകാത്തൊരു ഭയം അവൻ്റെ ഉള്ളിലൂടെ മിന്നൽ പോലെ കടന്നുപോയി. ഇല്ല, ഞാൻ വെറുതെ ഓരോന്നും ചിന്തിക്കുകയാണ്. സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സ് വഴങ്ങിയില്ല. അതേ നിമിഷം നിദ്രയുടെ വിരലുകൾ വളരെ നേരിയതായി അനങ്ങി. ഷോൺ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. നിത്തു. പതിയെ അവളുടെ കൺപീലികൾ വിറച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ കണ്ണുകൾ മെല്ലെ തുറന്നു. മങ്ങിയ കാഴ്ചകൾക്കിടയിലൂടെ ആദ്യം കണ്ടത് കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന ഷോണിൻ്റെ മുഖമായിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. വളരെ ക്ഷീണിച്ച ശബ്ദത്തിൽ അവൾ ചോദിച്ചു, കുഞ്ഞ്? ആ ചോദ്യം കേട്ടതും ഷോണിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ തല ചേർത്ത് മൃദുവായി പറഞ്ഞു, നമ്മുടെ കുഞ്ഞിപ്പോൾ സുരക്ഷിതമാണ്. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് നോർമലാ. അത് കേട്ട നിമിഷം നിദ്രയുടെ കണ്ണുകളിൽ ആശ്വാസത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞു. അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഷോൺ അവളുടെ കൈകളിൽ മുത്തമിട്ടുകൊണ്ട് പറഞ്ഞു, ഇനി ഒന്നും ചിന്തിക്കണ്ട, നീ വിശ്രമിച്ചാൽ മതി, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അവളൊന്ന് പുഞ്ചിരിച്ചു. നിദ്ര അറിയാതെ തന്നെ തൻ്റെ കഴുത്തിലൊന്ന് കൈവച്ചു. ഒരു നിമിഷം അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഇച്ചായ, എൻ്റെ താലി എവിടെ? വിറയുന്ന ശബ്ദത്തോടെ അവൾ ചോദിച്ചു. ഷോൺ ഉടനെ അവളുടെ കഴുത്തിലേക്ക് നോക്കി. അവൻ്റെ മുഖം ഒരു നിമിഷം വിളറി. താലി കഴുത്തിലില്ല. നിദ്ര ഒരുപക്ഷെ ആശുപത്രിയിൽ വരുന്നതിനിടയിൽ വാക്കുകൾ പൂർത്തിയാക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. നിദ്രയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കഴുത്തിൽ എന്തോന്ന് നഴഞ്ഞു പോകുന്നത് പോലെ തോന്നിയിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. അത് അവിടെ തന്നെ വീണിട്ടുണ്ടാവും. അവളുടെ ശബ്ദം ഇടറി. ഇച്ചായ, എനിക്കെൻ്റെ താലി വേണം. അവൾ ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞു. അത് നമ്മുടെ വിവാഹത്തിൻ്റെ ഓർമ്മയാ. ഇച്ചായൻ
എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നത്. അതെനിക്ക് നഷ്ടമാവാൻ പാടില്ല. അവൾ കുഞ്ഞിനെ പോലെ വാശി പിടിച്ച് കരയാൻ തുടങ്ങി. ഷോണിൻ്റെ ഹൃദയം വേദനിച്ചു. അവൻ നിദ്രയുടെ കണ്ണുനീർ തുടച്ചു. കരയണ്ട, ഞാൻ ഇപ്പം തന്നെ പോയി നോക്കാം. കിട്ടാതെ ഞാൻ തിരിച്ചു വരില്ല. ശരിക്കും കിട്ടുമോ? കണ്ണുനീരിനിടയിലൂടെ അവൾ ചോദിച്ചു. ഷോൺ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ദൈവം നമ്മളെ ഇതുവരെ കൈവിട്ടിട്ടില്ല. ഇതും നഷ്ടമാവില്ല. ഉറപ്പായും കിട്ടും. അതും പറഞ്ഞവൻ വേഗത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഷോൺ പോയതും നിദ്ര വീണ്ടും തൻ്റെ കഴുത്തിൽ സ്പർശിച്ചു. ശൂന്യമായ കഴുത്ത് അവളുടെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത ഭയം വിതച്ചു. ക്ഷേത്രത്തിൽ വെച്ച് താലി അഴിഞ്ഞു വീഴുന്നത് എന്തെങ്കിലും ദോഷസൂചനയാണോ? ആ ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്ന നിമിഷം അവൾ വിറച്ചു. അമ്മേ ദേവി, ഞങ്ങൾക്കൊന്നും വരുത്തരുതേ. എൻ്റെ ഇച്ഛായനെയും ഞങ്ങളുടെ കുഞ്ഞിനെയും കാത്തോളണേ. കണ്ണുകൾ അടച്ച് അവൾ പ്രാർത്ഥിച്ചു. ഇതിനിടെ ഷോണിൻ്റെ കാർ ക്ഷേത്രത്തിലേക്ക് പാഞ്ഞെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൻ ക്ഷേത്ര പരിസരം മുഴുവൻ ഓടി നടന്നു. ഓരോ പടിയിലും ഓരോ മൂലയിലും ഓരോ കല്ലിനിടയിലും അവൻ സൂക്ഷിച്ചു നോക്കി. പൂക്കടയുടെ മുന്നിലും ദീപസ്തംഭത്തിനരികിലും നിദ്ര വീണ പടിക്കെട്ടിലുമെല്ലാം അവൻ തിരഞ്ഞു. എന്നാൽ താലി മാത്രം കണ്ടില്ല. നിരാശയോടെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെളുത്ത മുണ്ടും മേൽശാന്തിയുടെ വേഷവും ധരിച്ചിരുന്ന പൂജാരി അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ മഞ്ഞത്തുണിയിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണത്താലി മിന്നിത്തിളങ്ങി. മോനെ, പുഞ്ചിരിയോടെ പൂജാരി വിളിച്ചു. ഇതാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഷോണിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം വികസിച്ചു. അതെ സ്വാമി, ഇതെൻ്റെ ഭാര്യയുടെ താലിയാ. പൂജാരി സ്നേഹത്തോടെ ആ താലി അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇന്ന് രാവിലെ പടിക്കെട്ടിനരികിൽ കിടക്കുന്നതാണ് കണ്ടത്. ഇത് സാധാരണ ആഭരണമല്ലെന്ന് മനസ്സിലായി. ദേവിയുടെ സന്നിധിയിൽ വെച്ച് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഷോണിൻ്റെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് സ്വാമി. അത് കേട്ടതും പൂജാരി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ദേവിയുടെ അനുഗ്രഹമുള്ള താലിയാണിത്. നല്ലത് മാത്രം വരട്ടെ. പെട്ടെന്ന് കൊണ്ടുപോയി ആ കുട്ടിയുടെ കഴുത്തിൽ കെട്ടിക്കൊള്ളൂ. ആ വാക്കുകൾ കേട്ടപ്പോൾ ഷോണിൻ്റെ മനസ്സിലെ ഭാരം പതിയെ അലിഞ്ഞുപോയി. താലി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നന്ദിയോടെ ദേവിയെ തൊഴുത ശേഷം നിദ്രയുടെ അടുത്തേക്ക് മടങ്ങാൻ അവൻ വേഗത്തിൽ നടന്നു. ഒന്ന് നിൽക്കൂ. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ ഷോണിനെ പൂജാരി വീണ്ടും വിളിച്ചു. ഷോൺ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. അദ്ദേഹം പതിയെ അടുത്ത് വന്ന് തോളിൽ കൈവച്ച് ശാന്തമായി പറഞ്ഞു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് നിനക്കിപ്പോൾ ഒരുപാട് ഭയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം. ഇത്തവണ ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഈ ഭൂമിയിലേക്ക് വരും. ഇത്രയും പരീക്ഷണങ്ങൾക്കിടയിലും ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. തിരുമേനി, അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആശയക്കുഴപ്പത്തോടെ ഷോൺ ചോദിച്ചു. അദ്ദേഹം ചെറുപുഞ്ചിരിയുടെ മറുപടി പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ വരവ് വെറുതെ ആകില്ല. ഒരു നിമിഷം നിശബ്ദനായ ശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു. എന്നാൽ ആ യാത്ര ഒരിക്കലും എളുപ്പമാവില്ല. ഇനിയും അമ്മയ്ക്കും കുഞ്ഞിനും പരീക്ഷണങ്ങൾ വരും. എന്നാൽ ദൈവം കൂടിയുണ്ടെങ്കിൽ അവയെല്ലാം അതിജീവിച്ച് ആ കുഞ്ഞ് ജനിക്കും. പക്ഷേ പൂജാരിയുടെ മുഖം ഗൗരവമായി. ഓർക്കുക, വെളിച്ചം ജനിക്കുമ്പോൾ ഇരുട്ട് അവസാന ശ്രമം നടത്തും. അതുകൊണ്ട് അമ്മയും കുഞ്ഞിനെയും ഒരു നിമിഷം പോലും ഒറ്റയ്ക്ക് വിടരുത്. ഷോൺ അറിയാതെ തൻ്റെ നെഞ്ചിലെ കുരിശിൽ കൈ ചേർത്തു. എൻ്റെ ജീവൻ കൊടുത്തായാലും അവരെ ഞാൻ രക്ഷിക്കും. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. അതാണ് ഒരച്ഛൻ്റെ പ്രതിജ്ഞ. പക്ഷേ ദൈവനിശ്ചയം മറ്റൊന്നാണെങ്കിൽ മനുഷ്യനത് തടയാനാവില്ല. ഈ താലി അഴിഞ്ഞു വീണത് നല്ല സൂചനയല്ല. സൂക്ഷിക്കുക, അപകടം നിൻ്റെയും പിന്നാലെ തന്നെയുണ്ട്. ശത്രു ഇനിയും പല വഴികളിലൂടെ കരുക്കൾ നീക്കും. അതുകൊണ്ട് അതീവ ജാഗ്രതയോടെ ഇരിക്കണം. അതും പറഞ്ഞ് അദ്ദേഹം ഷോണിൻ്റെ കയ്യിൽ താലി വെച്ചു. ആ വാക്കുകൾ ഷോണിൻ്റെ ഹൃദയത്തിൽ കനലായി പതിഞ്ഞു. താലി നെഞ്ചോട് ചേർത്ത് അതിലൊരു മുത്തം നൽകി അവൻ തിരിഞ്ഞു നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ എന്തോ ഓർത്തവൻ പെട്ടെന്ന് തിരിഞ്ഞു. തിരുമേനി എവിടെ? അല്പനിമിഷം മുമ്പ് തൊട്ടുമുന്നിൽ നിന്നിരുന്ന ആ പൂജാരിയെ അവിടെ എവിടെയും കാണാനില്ല. ക്ഷേത്രമുറ്റത്ത് വീശിയെത്തുന്ന കാറ്റും മണിനാദത്തിൻ്റെ പ്രതിധ്വനിയും മാത്രം. ഷോണിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അയാൾ ശരിക്കും വന്നതായിരുന്നോ? അതോ ദൈവം അയച്ചൊരു ദൂതനായിരുന്നോ? ഉത്തരം കിട്ടാത്ത ആ ചോദ്യവുമായി താലി നെഞ്ചോട് ചേർത്ത്
ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച ശേഷം അവൻ ആശുപത്രിയിലേക്ക് മടങ്ങി. അപ്പോഴും അവൻ അറിയില്ലായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ഇനിയും മുന്നിലുണ്ടെന്ന്. തിരികെ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ഷോണിൻ്റെ മനസ്സ് നിറയെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരുന്നു. തിരികെ ഹോസ്പിറ്റലിലെത്തി ICUവിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറി. അപ്പോഴാണ് കർട്ടൻ കൊണ്ട് മറച്ച നിദ്ര കിടക്കുന്ന മുറിയിൽ നിന്നും ഒരു സംസാരം കേൾക്കുന്നത്. അബി, നിധി പറഞ്ഞിട്ടാ ഞാൻ ആ പടി കയറിയേ. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാ വീണതെന്ന്. നിധി അവളെന്നെ അബി, ഞാൻ വീഴുമ്പോൾ എനിക്ക് നിധിയുടെ കയ്യിലെ പിടി കിട്ടിയായിരുന്നു. ഒരു നിമിഷം ഞാൻ കരുതി അവൾ എന്നെ രക്ഷിക്കുമെന്ന്. പക്ഷെ അവൾ മനഃപൂർവ്വം അത് വിട്ടുകളയുന്നത് ഞാൻ തിരിച്ചറിഞ്ഞതാ. നിദ്ര അബിയോട് പറഞ്ഞ വാക്കുകൾ കർട്ടനിപ്പുറം നിന്നുകൊണ്ട് ഷോൺ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കയ്യിൽ മുറുക്കി പിടിച്ച താലി പോക്കറ്റിലേക്ക് തിരികെ വെച്ച് ICUവിൻ്റെ ഡോറും തുറന്ന് മുന്നോട്ട് നടന്നു.